പക്ഷേ അവിടെ ഞാൻ കേട്ടത് അവിടെ അതിൻ്റെ മെഷീനറി ഒന്നും വെച്ചിട്ടില്ല, ചോർന്ന് ഒലിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാനത് മന്ത്രിനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ, ഞാൻ കുറ്റമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യം, ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് 2 കൊല്ലത്തിൽ ചെയ്യാതിരിക്കും. അത് മനസ്സിലായി. അപ്പം അതാണ് അതിൻ്റെ കാര്യം. പിന്നെ അവിടെ ചെയ്യേണ്ട മറ്റു സൗകര്യങ്ങൾ, അംഗൻവാടി മാറ്റുന്ന കാര്യം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അല്ല ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അനാവശ്യമല്ല, ഞാൻ പറയുന്നതോടെ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിൽ വലിയ സങ്കടമുണ്ട്, കാരണം ഞാൻ കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്. അതിങ്ങനെ നീണ്ടു പോകുന്നതിൽ വളരെയേറെ വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല ഒരു മിനിറ്റ്, ഞാനൊക്കെ പറഞ്ഞു തീർക്കണം, ഞാനൊന്ന് പറഞ്ഞു തീർക്കണം. അല്ല അത് പോവാം, അതിന് കുഴപ്പമില്ല. 5 മിനിറ്റ് ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ ഞാനിവിടെ വന്ന് കഴിഞ്ഞ മീറ്റിംഗിന് ശേഷം ഇവിടെ വാട്ടർ കണക്ഷൻ ഉണ്ടായി, ഇലക്ട്രിസിറ്റി കണക്ഷനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അങ്ങനെ പല അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. 1ാം സമ്മാനം 25 പവൻ, 2ാം സമ്മാനം 10 പവൻ, 3ാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടി സയൻസ് പാർക്ക് നിർമ്മാണവുമായി സംബന്ധിച്ച മുൻ മന്ത്രി PK അബ്ദുറബും മന്ത്രി R ബിന്ദുവും തമ്മിൽ പൊതുവേദിയിൽ പോര്. സ്ഥലം സന്ദർശിച്ച ശേഷം നടന്ന യോഗത്തിലാണ് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. നിർമ്മാണ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നതിലെ നീരസവും പ്രതിഷേധവും മുൻമന്ത്രി പൊതുവേദിയിൽ ഉന്നയിച്ചതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. പരപ്പനങ്ങാടി സയൻസ് പാർക്ക് ആൻഡ് പ്ലാനറ്റോറിയം സന്ദർശിച്ച ശേഷം MLA KP മജീദ് സ്വാഗതം ആശംസിച്ച ശേഷം മന്ത്രി R ബിന്ദു സംസാരിച്ചതിന് പിന്നാലെ നിർമ്മാണം വൈകുന്നതിനെക്കുറിച്ച് PK അബ്ദുറബ് സംസാരിച്ചു. അബ്ദുറബ് മന്ത്രിയായിരുന്ന കാലത്താണ് സയൻസ് പാർക്ക് പദ്ധതി കൊണ്ടുവന്നത്. ഇതിനായി ജലസേചന വകുപ്പിൽ നിന്നും 3 ഏക്കർ ഭൂമി വിട്ടു നൽകി നിർമ്മാണം പ്രവൃത്തി ആരംഭിച്ചു. എന്നാൽ പിന്നീട് ഫണ്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പ്രവൃത്തി നീണ്ടുപോകുകയാണ് ഉണ്ടായത്. ഹാബിറ്റാറ്റിനായിരുന്നു സുരക്ഷാ സംവിധാനം ഒരുക്കുവാനുള്ള ചുമതല. ചുറ്റുമതിലും സുരക്ഷാ കമ്പിവേലി നിർമ്മിക്കുവാനുള്ള കരാർ ഇവർക്കായിരുന്നു. 45 ലക്ഷത്തിൻ്റെ കരാറായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ 35 ലക്ഷം രൂപ കൈമാറിയിട്ടും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായില്ല. ഇതിന് എംബുക്ക് കാണാനില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രവൃത്തി നീണ്ടുപോയത്. അതിനാൽ തന്നെ തുടർ പ്രവൃത്തിയും നിലച്ചു. തുടർ പ്രവർത്തനം നടത്തണമെങ്കിൽ ഹാബിറ്റാറ്റിൻ്റെ അനുമതി ലഭിക്കണം. ഇതിന് നിർമ്മാണം സംബന്ധിച്ച് സർക്കാരിന് നൽകിയ റിപ്പോർട്ടായ എംബുക്ക് കാണാതായതോടെയാണ് ചുറ്റുമതിൽ നിർമ്മാണം വൈകിയത്. ഇത് മുൻമന്ത്രി PK അബ്ദുറബ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞതാണ് തർക്കത്തിന് കാരണമായത്. ഹാബിറ്റാറ്റ് ഫണ്ട് പറഞ്ഞ് കുറെ കാലമായി പ്രവൃത്തി നീണ്ടുപോകുകയാണെന്ന് അബ്ദുറബ് മന്ത്രിയെ പൊതുവേദിയിലിരുത്തി പറയുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. എന്നാൽ അതിനുശേഷവും നിർമ്മാണ പ്രവൃത്തി നടന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രവൃത്തി നീണ്ടുപോകുന്നതിനുള്ള അതൃപ്തിയും നീരസവും പ്രകടിപ്പിച്ച് സംസാരിച്ചതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഇതിനിടയിൽ അബ്ദുറബ് സംസാരിക്കുന്നതിനിടയിൽ തന്നെ പ്രതിരോധിക്കുവാൻ മന്ത്രിയും ശ്രമിക്കുകയായിരുന്നു. അതേസമയം താൻ മന്ത്രിയെ കുറ്റം പറഞ്ഞതല്ലെന്നും നേരത്തെ ചാലക്കുടിയിൽ നിർമ്മിച്ച പ്ലാന്റിലെ അപാകത ചൂണ്ടിക്കാണിച്ചപ്പോൾ മന്ത്രി അത്തരത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് പ്രതിരോധിച്ചു. എന്നാൽ PK അബ്ദുറബ് തുടർന്നും സംസാരിച്ചപ്പോൾ ക്ഷുഭിതയായ മന്ത്രി എണീറ്റ് തനിക്ക് മറ്റൊരു പരിപാടിയുണ്ടെന്നും അനാവശ്യമായി വിവാദമുണ്ടാക്കുകയാണെന്നും പറഞ്ഞു. യോഗത്തിൽ നിന്നും മന്ത്രി ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയതോടെ ചർച്ച അവിടെ വെച്ച് നിർത്തുകയായിരുന്നു. എപ്പോൾ പറഞ്ഞാലും ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഹാബിറ്റാറ്റ് മണക്കൊടുക്കാൻ ഞാൻ മിനിസ്റ്ററെ പറ്റിയല്ല പറഞ്ഞു. അങ്ങനെ അത് ഒരു 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 ഒഴിവുകഴിവായി പറഞ്ഞുകൊണ്ട് കപ്പൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരവസ്ഥ ഈ കാര്യത്തിൽ. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ ഏത് ഗവൺമെൻറ്റുകൾ വന്നാലും ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ഇതുപോലുള്ള വലിയ പ്രോജക്റ്റുകൾ പകുതി വഴിയിൽ കിടക്കും. എപ്പോഴും മിനിസ്റ്ററുള്ള സമയത്ത് ഈ കാലാവധി കഴിഞ്ഞാലും അടുത്തൊരു ഗവൺമെൻറ് വരുമ്പോഴും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ പകുതി വഴിയിലായിരിക്കും, അല്ലെങ്കിൽ തുടക്കത്തിലായിരിക്കും, അല്ലെങ്കിൽ അവസാനത്തിൽ. അത് സ്വാഭാവികമാണ്. പക്ഷേ ആ പദ്ധതി പൂർത്തീകരിക്കാതെ അവിടെ ഇട്ടാൽ അതൊരു ക്രിമിനൽ കേസാണ്. അത് ഈ രാജ്യത്ത് ഞാൻ പറയട്ടെ,
ഒരു ക്രിമിനൽ വേസ്റ്റാണ്. രാജ്യത്തിൻ്റെ പണം, നമ്മൾ കൊടുക്കുന്ന നികുതി പണം ആർക്കും ഉപകാരമില്ലാതെ കളയുക എന്നുള്ളതാണ് അതുകൊണ്ട് പറ്റുന്നത്. അപ്പോൾ ഓരോ സമയത്തും വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് കാര്യങ്ങൾ ഡിലേ വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന, ഞാൻ മന്ത്രിയാകുമ്പോൾ ഉണ്ടായിരുന്ന അരുൺ ജെറാൾഡ് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഈ പണി തുടങ്ങിയത്. ഞാൻ ഇതിനേക്കാൾ മുമ്പ് തുടങ്ങിയതാണ് ചാലക്കുടിയിലെ പിന്നെ പദ്ധതി. ഞാനാണ് അതിൻ്റെ തലത്തലിടൽ പരിപാടി. ഇപ്പോഴും അതും ഒന്നും ആവാതെ കിടക്കുക. അതെ, പക്ഷെ അവിടെ ഞാൻ കേട്ടത് അവിടെ അതിൻ്റെ മെമ്മറി ഒന്നും വെച്ചിട്ടില്ല, ചോർന്ന് വലിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാനത് മന്ത്രിനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് ഇപ്പം മിനിസ്റ്റർ പറഞ്ഞതുപോലെ മിനിസ്റ്ററുടെ ആ വാക്കുകൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുണ്ട്. മിനിസ്റ്റർ പറയുന്ന രീതിയിൽ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയണം. മിനിസ്റ്റർ പറഞ്ഞ അപ്രോച്ച് റോഡ് എന്ന് പറഞ്ഞൊരു റോഡില്ല. അത് ഉള്ളത് നേരത്തെ നമുക്കൊരു പാലം അവിടെ വെച്ച് നേരത്തെയുള്ള അലൈൻമെൻറ്റ് സാധാരണ പാലത്തിന് വേണ്ടി, അത് പിന്നെ നാവിഗേഷൻ റൂട്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ മാറി ഈ ലാൻഡ് ഈ ഇറിഗേഷൻ്റെ കയ്യിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുമുള്ള സ്ഥലം തന്നെയാണ്. അതെ, ഒരു പെർമിഷൻ സാങ്ഷൻ്റെ ആവശ്യം അതിലുള്ളൂ. അതിനുവേണ്ടി വേറെ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ലാൻഡ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഓൺലി പെർമിഷൻ സാങ്ഷൻ അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്നവരുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യം. ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് 2 കൊല്ലത്തിൽ ചെയ്യാതെ അത് മനസ്സിലായി. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ അവിടെ ചെയ്യേണ്ട മറ്റു സൗകര്യങ്ങൾ, അംഗൻവാടി മാറ്റുന്ന കാര്യം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അനാവശ്യമല്ല, ഞാൻ പറയുന്നതോടെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അനാവശ്യമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അത് ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അനാവശ്യമായി ഞാനെന്തെങ്കിലും പറഞ്ഞെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് പിന്നെ ഈ പാലത്തിൻ്റെ പണി ഇതോടൊപ്പം നടക്കണം. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. പ്ലാനറ്റോറിയത്തിൻ്റെ മറ്റു കാര്യങ്ങൾ വരണം. അപ്പോൾ ഈ മറ്റതൊക്കെ മന്ത്രി പറഞ്ഞു, ഇലക്ട്രിസിറ്റിയുടെ കാര്യം, വാട്ടർ റോഡിൻ്റെ കാര്യം, അതൊക്കെ അതിൻ്റെതായ ഇതിൻ്റെ ഈ സംരക്ഷണത്തിലുള്ള ഒന്നായിട്ടുള്ള വേലിയുടെ കാര്യം, അതിൻ്റെ വീടിൻ്റെ കാര്യം. അപ്പോൾ അന്ന് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മീറ്റിംഗ് കൂടിയപ്പോഴും അത് കഴിഞ്ഞിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MLA പറഞ്ഞതാണ് ഒരു കാര്യം അതിനിടയിൽ നടന്നു. അതെന്നെ അല്ല ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു 2 മാസം ഞാൻ ഡയറക്ടറെ കുറ്റം പറയാൻ പറഞ്ഞതല്ല. എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞതാണ്. എനിക്കതിൽ വലിയ സങ്കടമുണ്ട്. കാരണം ഞാൻ കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്. അതെങ്ങനെ നീണ്ടു പോകുന്നത് വളരെ വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല ഒരു ഞാനത് പറഞ്ഞു തീർക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അല്ല അത് പോവാം, അതിന് കുഴപ്പമില്ല. 5 മിനിറ്റ് ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. പരിപാടി നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാനിവിടെ വന്ന് കഴിഞ്ഞ മീറ്റിങ്ങിന് ശേഷം ഇവിടെ വാട്ടർ കണക്ഷൻ ഉണ്ടായി, ഇലക്ട്രിസിറ്റി കണക്ഷനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അങ്ങനെ പല അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുമാകാതെ കിടന്നിരുന്ന ഒരു പ്രോജക്റ്റ് അങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങൾ എടുത്ത് കുറേ പറയാം. അതുപോലെ ചാലക്കുടി കേന്ദ്രത്തിലൊക്കെ കഴിഞ്ഞ പ്രവൃത്തികളൊക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയും അവിടെ വിദ്യാർത്ഥികൾ ധാരാളമായിട്ട് വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പോകാനുള്ള സാവകാശം ഞാൻ പറഞ്ഞത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുള്ള ഒരു ലാഗിങ്, അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. താമസിച്ചു പോകുന്നു. ഇന്ന് ചെയ്യേണ്ടത് മറ്റന്നാൾ ചെയ്യാന്ന് പറയുന്നതിന് പകരം ഇന്ന് തന്നെ ചെയ്താൽ അത്രയും ഗുണമാവുന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ മന്ത്രിയാകുമ്പോൾ സർക്കാരിട്ടെന്ന് പറഞ്ഞത് ഇത്രയും ഇതിനേക്കാളും നേരത്തെ പേരിട്ട കാര്യമാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ മിനിസ്റ്റർ പറഞ്ഞത് 100% മുഖവിലേക്ക് എടുത്തുകൊണ്ട് മിനിസ്റ്റർ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൻ്റെ പ്ലാനറ്റോറിയം അടക്കമുള്ള സാധനങ്ങളുടെ അറിയണം. അതിന് മന്ത്രിയുടെ ഭാഗത്ത് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ യോഗശേഷം താൻ മന്ത്രിയെ കുറ്റം പറഞ്ഞതല്ലെന്നും താൻ കൊണ്ടുവന്ന പദ്ധതി അനന്തമായി നീണ്ടുപോകുന്നതിലുള്ള നീരസം പ്രകടിപ്പിച്ചതാണെന്നും PK അബ്ദുറബ് മന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിനുശേഷം ചാലക്കുടി പ്ലാന്റിലെ ചോർച്ച ഉള്ളതാണെന്ന് ഡയറക്ടർ സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ മുമ്പ് തന്നെ, അതായത് ഇത് പാസ്സാകുന്നതിന് മുമ്പ് തന്നെ പാസ്സായതാണ് ചാലക്കുടി. അന്ന് നമ്മളെ ദേവസി ആയിരുന്നു അവിടെ MLA. ദേവസി എൻ്റെ സുഹൃത്താണ്, CPM-ൻ്റെ MLA. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ടാണ് അതിൻ്റെ തർക്കല്ലിട്ട്. തർക്കല്ലിട്ട് ദേവസിനോട് നിങ്ങളൊന്ന് ഇതിൻ്റെ മേലെ കയറിക്കോളി തന്നെ. അത് നമ്മളെ അതിൻ്റെ എന്താണ് JCB, അതിൻ്റെ മേലെ കയറി നമുക്കൊരു ഫോട്ടോ എടുക്കാൻ തന്നെയാണ്. അത് വേണ്ട,
അങ്ങനെ അന്ന് തറക്കല്ലിട്ട സാധനം. പിന്നെ ഞാൻ ഞങ്ങളുടെ അസംബ്ലിയിലുള്ള കാലം മുഴുവൻ ചോദിക്കും. അപ്പോഴൊക്കെ പറഞ്ഞ പണി ഇങ്ങനെ ആയിരുന്നു, നീങ്ങാനായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വർക്കിൽ ഡയറക്റ്റ് എക്സിക്യൂഷൻ ഹാബിറ്റേറ്റ് ചെയ്ത കെട്ടിടത്തിനകത്ത് വെള്ളം തുള്ളി വീഴും. ലീക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഡ്രോപ്പ് വീഴും, മഴ കഴിയുമ്പോഴേക്കും ഡ്രോപ്പ് വീഴും. നമ്മുടെ പ്രശ്നം ഈ പ്ലാന്റേഴ്സിൻ്റെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ അതിന് പുറത്ത് വെള്ളം വീഴാൻ പറ്റില്ല. അപ്പോൾ അവിടെ ലീക്കുണ്ടെന്നാണ് എനിക്ക് കിട്ടിയത്. ആ ലീക്ക് വൺസ് ഇൻ എ വൈൽ ഡ്രോപ്പ് വീഴും. അതെന്താണെന്ന് കൃത്യമായി നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 റെക്ടിഫിക്കേഷൻ വർക്കാണ് ഹാബിറ്റാറ്റിൻ്റെ കൂടെ ഞങ്ങൾ ചെയ്യിച്ചത്. അതിൻ്റെ കൂടെ നിന്ന് ചെയ്യിക്കാം. കഴിഞ്ഞ മാർച്ച് മുതൽ അത് ടീച്ചർ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ടീച്ചർ പെട്ടെന്ന് അപ്സെറ്റായി. ഈ ഓരോ തവണയും അതിനകത്ത് ഇരിഞ്ഞാലക്കൂടെ വരുമ്പോൾ ചിലക്കൂടി ഒന്ന് നോക്കിയിട്ടാണ് പോകാം. അപ്പോൾ അതിനകത്ത് ആദ്യം ഒരു പറഞ്ഞ ഫെറോസിമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെറാപ്ലെക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ വെച്ചിട്ട് ചെയ്തു. ഇപ്പോൾ ഡോമിൻ്റെ മേലെയാണ്. ഡോമിൽ എവിടെയാണ് ആ ഡോമിൻ്റെ ഇത്രയും 5000 സ്ക്വയർ ഫീറ്റ് കിടക്കുന്നതിനിടയ്ക്ക് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അകത്ത് പെർമനൻ്റ് ആയിട്ട് ഇതൊരു ഈ സാധാരണ അറിയാമല്ലോ ഡോം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഇളക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് പരിപൂർണ്ണമായിട്ട് തീർത്താൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുണ്ടാവും. പക്ഷേ സ്ക്രീൻ വെള്ളമല്ല, ഇതിന് പുറത്ത് വെള്ളം വീഴുമ്പോൾ അകത്ത് മറ്റേ അടയാളം വീഴും. അത് അങ്ങനെ കിടക്കാൻ പറ്റില്ല. ഒന്ന് 2 ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫ്രാൻസിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സാണ്. അവർ ഇതുപോലെ കണ്ടീഷനിൽ ചെയ്യും. അവർ ഐഡിയൽ കണ്ടീഷൻ, കാരണം വാക്യൂം ഉൾപ്പെടെ ചെയ്ത് പരിപൂർണ്ണമായും പൊടി രഹിതമായിട്ട് കൊടുത്താൽ മാത്രമേ അവർ ചെയ്യൂ. ടെമ്പറേച്ചർ ഉൾപ്പെടെ എല്ലാം. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം, ഞാൻ ആൾ കയറുന്ന സ്ഥലമാണ്, ഹ്യൂമിഡിറ്റി പ്രശ്നം, AC ഇടുന്നതാണ് പോയിട്ട്. അപ്പോൾ ഈ ഇതിൻ്റെ കണ്ടൻസേഷൻ വന്നാൽ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിഹാരം പെർഫെക്റ്റായിട്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും ഹാബിറ്റാറ്റിൻ്റെ ടീം വന്നിട്ട് അവിടെ അവർ തിരുവനന്തപുരത്തും കൊല്ലത്തും ചെയ്ത 2 വീടുകളുണ്ട്. ലീക്ക് പ്രൂഫിംഗ് വർക്കിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് കാണിച്ചു. അത് ടെക്നിക്കൽ കമ്മിറ്റി അപ്രൂവ് ചെയ്തു. പറയുന്നത് 2 പ്രോബ്ലമാണ്. കാരണം ഇപ്പോൾ അത് കൃത്യമായിട്ട് അറിയാം. ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്, ഒരു ചീഫ് ടെക്നിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ട്, നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടും. ഈ 2 ആളുകളെയും കൃത്യമായി വിളിച്ച് ബോധിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു വർക്ക് ഏൽപ്പിക്കാൻ പറ്റൂ. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് റിസ്ക് ആൻഡ് കോസ്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ട് മറ്റാളെ ഏൽപ്പിക്കാൻ പറ്റും. കാരണം 99.9% വർക്ക് തീർന്നതായിരുന്നു. ഇനി അതിൽ അങ്ങനത്തെ ഒരു കാര്യം മറ്റൊരാളെ ഏൽപ്പിച്ച് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി.